ഹായ്, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാ? ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതിൽ നമ്മൾ എന്താ ബേസിക് ആയ റെസ്പിറേഷനും ബ്രീത്തിങ്ങും നമ്മൾ ഡിഫറൻസ് പഠിച്ചു. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻസ് പഠിച്ചു, പല ഓർഗാനിസത്തിലുള്ള. പിന്നെ നമ്മളുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു. മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ റെസ്പിറേറ്ററി വോള്യൂംസും റെസ്പിറേറ്ററി കപ്പാസിറ്റീസും ആണ് പഠിച്ചത്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാൻ എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതായത് നമ്മൾ മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് വരെ പഠിച്ചു. അതായത് എയർ നമ്മൾ ബ്രീത്തിങ് ചെയ്ത് മറ്റേ നോസ്ട്രിൽസ് വഴി നേസൽ കാവിറ്റി, പിന്നെ ലാരിങ്സ് ട്രക്കിയ, പിന്നെ ബ്രോങ്കിയോൾസ്, പിന്നെ ആൽവിയോളായി എത്തി. ഇനി ഈ നമ്മൾ വലിച്ചെടുത്ത ഓക്സിജൻ നമ്മൾ ബ്ലഡിലേക്ക് എത്തണ്ടേ? ആ ബ്ലഡിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പൊ ഓക്സിജൻ എപ്പോഴും നമ്മളെ ലങ്സിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്കാണ് ട്രാൻസ്പോർട്ട് ആണ്. നമ്മൾ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെന്നാ വരുന്നത്? നമ്മളുടെ ഓരോ ഓർഗനും എന്താ പറയാ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് എന്താ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവര് എന്താ പറയാ പുറത്തു വിടുക ബ്ലഡിലേക്ക്. ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ വീനസ് സിസ്റ്റം വഴി എവിടെ വരും? നമ്മളുടെ ഹാർട്ടിലെത്തും. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവ വഴി ഹാർട്ടിലെത്തും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് റൈറ്റ് വെൻട്രിക്കിൾ വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് എവിടേക്ക് പോകും? നമ്മളുടെ പൾമണറി ആർട്ടറിയുടെ ലങ്സിലെത്തി. ആ ലങ്സിലെത്തിയിട്ടാണ് അവിടെ എക്സ്ചേഞ്ച് നടക്കുക. അതെങ്ങനെ നടക്കണം? ഇത് ആക്ച്വലി എന്താ, നമ്മൾ ആൽവിയോലയും നമ്മളുടെ ബ്ലഡ് വെസൽസും തമ്മിലാണ് നടക്കുന്നത്. അപ്പൊ അതിനാണ് എന്താ, ബ്ലഡ് ആണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് മീഡിയം. എന്തിന്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യാൻ. അപ്പോ നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എങ്ങനെയാന്ന് പഠിക്കാം. ആക്ച്വലി 97% ഓഫ് ഓക്സിജൻ എന്താ ഈ RBCs ഇല്ലേ ബ്ലഡിലുള്ള, അവരാണ് ട്രാൻസ്പോർട്ട് ചെയ്യണത്. ബാക്കി 3% എന്ത്? അത് ഡിസോൾവ് സ്റ്റേറ്റ് ആയിട്ട് പ്ലാസ്മ വഴി. അതായത് നമ്മളുടെ ബ്ലഡിൽ എന്തുണ്ട്? RBCയും പ്ലാസ്മയും ഉണ്ടെന്ന് അറിയാം നമുക്ക്, അല്ലെ? അപ്പൊ RBCയും പ്ലാസ്മയും കൂടി ചേർന്നിട്ടാണ് ബ്ലഡ് ഉണ്ടാവുന്നത്. ഇനി ഈ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താ? അതൊരു സിറം ടൈപ്പ് ആണ്. സിറം ഒക്കെ എന്താ പ്ലാസ്മന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോ RBCs ഇല്ലാത്ത പാർട്ട്, ലിക്വിഡ് ഫ്ലൂയിഡ് പാർട്ടാണ് പ്ലാസ്മ. അപ്പൊ 97% ഓക്സിജൻ എപ്പോഴും നമ്മളെ ഹീമോഗ്ലോബിൻ വഴി, അതായത് RBCs ആണ് ക്യാരി ചെയ്യുക. ബാക്കി 3% ആണ് നമ്മളുടെ പ്ലാസ്മ വഴി പോണത്. ഇനി ഓക്സിജൻ എന്താ ഹീമോഗ്ലോബിനായി ബൈൻഡ് ചെയ്യുന്ന എന്താ? ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഇനി ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്തിട്ട് എന്താ, എന്നിട്ടാണ് എന്താ പറയാ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. എന്നിട്ട് അത് നമ്മളുടെ ഓരോ ഓർഗൻസിലെത്തും. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ ഓക്സിജൻ എന്ത് ഡിസോസിയേറ്റ് ചെയ്യുക. ആരായിട്ട്? ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ കർവ്സ് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാർഷ്യൽ പ്രഷേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോ ആൽവിയോളയാണ് എന്താ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എപ്പോഴും എന്താ ബ്ലഡും ടിഷ്യൂവും തമ്മിൽ നടക്കും. അപ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ വഴിയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുക. അതെങ്ങനെ? പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വഴി ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്താ പറയാ എക്സ്ചേഞ്ച് ആവാം. പിന്നെ വേറെ ഫാക്ടേഴ്സ് ഇതിന് എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യണ എന്താ? സോളിബിലിറ്റി ഓഫ് ദി ഗ്യാസസ് as well as the thickness of the membranes involved in diffusion are also some important factors that affect the rate of diffusion. അതായത് ഒരു ഗ്യാസ്, ഒരു മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? നമ്മളെ ആൽവിയോളൈ ഉണ്ട്. ഇതാണ് നമ്മളുടെ ആൽവിയോളൈ. അപ്പോൾ ആൽവിയോളയിൽ എയർ ഉണ്ട്. പിന്നെ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെ നിന്ന് വരുന്നുണ്ട്? ബ്ലഡ് വെസൽസ് നിന്ന്. എവിടെ? പൾമണറി ആർട്ടറി വഴി, ബ്ലഡ് കാപ്പിലറീസും അവിടെ ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞ എന്താ ഡിഫ്യൂഷൻ വഴിയാണ് എന്താ പറയാ ഈ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ആണ്. അപ്പോ ഈ ഓക്സിജൻ ആൽവിയോലൈന്ന് ഈ ബ്ലഡ് വെസലിലേക്ക് വരണമെങ്കിൽ എത്ര മെംബ്രെയിൻ കടക്കണം? ഈ മെംബ്രെയിൻ, ആൽവിയോലർ മെംബ്രെയിൻ കടക്കണം. ആൽവിയോലർ
മെംബ്രെയിൻ കടന്നു. അത് കഴിഞ്ഞ് എന്താ, ഈ ബ്ലഡ് വെസലിനെ ലൈൻ ചെയ്യണത് എന്തുട്ടാ? എൻഡോത്തീലിയം. എൻഡോത്തീലിയം അതും ഇതിന്റെ ഇടയിലാണ് എന്താ ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ കാണും. അപ്പൊ ബേസ്മെന്റ് മെംബ്രെയിൻ പ്ലസ് ആൽവിയോളർ മെംബ്രെയിൻ പ്ലസ് എൻഡോത്തീലിയം ആണ് എന്താ ഈ ഡിഫ്യൂഷൻ മെംബ്രെയിൻ. അതായത് ഈ മൂന്ന് മെംബ്രെയിനിന്റെ പെർമിയബിലിറ്റി അനുസരിച്ചാവും ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ എത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ, ഇവിടെ ഓക്സിജൻ കൂടുതലാവുമ്പോൾ ഇവിടെ വരും. അല്ലെങ്കിൽ എന്താ, ഓക്സിജന്റെ സോൾബിലിറ്റി. അതായത് ഒരു സാധനം ഞാൻ വിചാരിക്കും, ഒരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളുടെ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളത്തില് ഞാൻ എന്താ പറയാ കുറച്ച് പഞ്ചസാര ഇട്ടു, എന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ തന്നു അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഭയങ്കര എന്താ കയ്പ് പുളി രസാണ്, മധുരം ഇല്ല. അതെന്താ, സോളിബിലിറ്റി കുറഞ്ഞു പോയി അല്ലെ? പക്ഷെ ഞാൻ കൂടുതൽ ഇട്ട എന്താവും, നന്നായി അലിഞ്ഞ് സോളിബിൾ ആവും, ഈക്വലായി ആ വെള്ളത്തിൽ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കുടിക്കുമ്പോൾ പറയും മധുരാണ്. അതേപോലെ തന്നെയാണ് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യാൻ എളുപ്പമുള്ള സാധനങ്ങളാണ് ഈസിലി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഫാക്ടേഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു? പ്രഷർ ഗ്രേഡിയന്റ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസസ്, പിന്നെ ഈ തിക്നെസ് ഓഫ് മെംബ്രെയിൻസ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫ്യൂഷൻ. ഇനി പാർഷ്യൽ പ്രഷറും നമുക്ക് ഓരോ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിനും പാർഷ്യൽ പ്രഷർ ഈ ടേബിൾ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ബൈ ഹാർട്ടായി പഠിക്കണം. കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നീറ്റിൽ ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ പെടും. ഓക്കെ, നമുക്ക് ഇത് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് പഠിപ്പിച്ചുതരാം. അറ്റ്മോസ്ഫിയറിക് എയറിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എത്രയാ? 159 mmHg. ഓക്കെ, പക്ഷെ ആൽവിയോളയിൽ എത്രയാ? 104 അല്ലെ? അപ്പൊ നമ്മളുടെ പുറത്തുനിന്ന് ആൽവിയോളൈ വരെ എത്തണമെങ്കിൽ എന്താണ്, പ്രഷർ ഗ്രേഡിയന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്ത് ആൽവിയോളയിൽ എത്തി. ഇനി ഈ ഇനി എങ്ങോട്ട് കൊടുക്കും? നമ്മളെ ബ്ലഡിലേക്ക് കൊടുക്കും. ഈ ബ്ലഡിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ബ്ലഡിലുള്ള ഓക്സിജൻ എന്തായിരിക്കും, ഇതിനേക്കാളും കുറവ് വേണ്ടേ? അപ്പോ ഇത് 95 mmHg. അപ്പൊ ആൽവിയോളൈ എന്താ ബ്ലഡിലേക്ക് കൊടുക്കും. ബ്ലഡ് എവിടുന്ന് കൊടുക്കണം? നമ്മളുടെ ടിഷ്യൂസ്, ഓർഗൻസ്, പല ഓർഗനിൽ പോയി കൊടുക്കണം. അപ്പൊ ബ്ലഡിനേക്കാളും കുറവായിരിക്കും ഓക്സിജൻ കോൺസെൻട്രേഷൻ ടിഷ്യൂല്, അതായത് 40 mmHg. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ എവിടെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ശ്വസിക്കുന്ന എയറിലാണോ നമ്മളുടെ ഉള്ളിലാണോ? ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന എയറിലാണെങ്കിൽ കൂടുതലായിരുന്നെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല നമുക്ക് ബോഡിക്ക് കിട്ടുള്ളൂ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും, പക്ഷെ ആൽവിയോളയിൽ കൂടുതലായിരിക്കും. ഇപ്പൊ ഡിഫ്യൂഷൻ ആൽവിയോളൈ ടു അറ്റ്മോസ്ഫിയറിക് എയർ നടന്നു. ഈ ആൽവിയോളയിൽ എങ്ങനെ എത്തണം? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തി. അത് എത്രയായിരിക്കും? ആൽവിയോളൈനേക്കാളും കൂടുതലായിരിക്കും, അതായത് 45 mmHg. 45 mmHg. ഓക്കെ, ഇനി ഈ ബ്ലഡ്, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെന്നാ കിട്ടിയിരിക്കുന്ന? ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസ് എന്നല്ല. അവര് എന്താ പറയാ, റെസ്പയർ ചെയ്ത വേസ്റ്റ് മെറ്റീരിയലാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ടിഷ്യൂസിന്റെയും എന്താ പറയാ, ഇതിന്റെയും എന്താ പറയാ, ഡീഓക്സിനേറ്റഡ് ബ്ലഡിന്റെയും കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ സെയിം ആണ്. അപ്പൊ ഈ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഡയഗ്രാം പഠിച്ചു വെക്കുക. ഇൻസ്പയർ ചെയ്തു എയർ എന്താ? PO2 PCO2 ഉണ്ട്. അതിൽ ഓക്സിജൻ എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യും? നമ്മളുടെ പൾമണറി വെയിനിൽ ഡിഫ്യൂസ് ചെയ്ത് അത് എവിടെ എത്തും? ലെഫ്റ്റ് ഏട്രിയം, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, പിന്നെ അത് എവിടെ പോവും? നമ്മളുടെ അയോട്ട വഴി എന്താ ബാക്കി ബോഡി പാർട്സും ടിഷ്യൂല് പോകും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ഈ ഓക്സിജൻ ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. പിന്നെ ടിഷ്യൂസ് തിരിച്ചെന്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഈ എന്താ പറയാ, നമ്മളുടെ SVC അല്ലെങ്കിൽ IVC വഴി എവിടെ എത്തും? റൈറ്റ് ഏട്രിയം. അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിൾ, പിന്നെ പൾമണറി ആർട്ടറി, പിന്നെ പൾമണറി ആർട്ടറിന്ന് ആൽവിയോളേക്ക് എക്സ്ചേഞ്ച് ആവും കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പയർ ചെയ്ത് നമ്മൾ പുറത്തു വിടും. ഇതാണ് എന്താ പറയാ, എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിന് ഇവ ടിഷ്യൂസിന് ലങ്സിന് വരെ എത്തണ സർക്കുലേഷനാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയാ. പൾമണറി സർക്കുലേഷൻ. പിന്നെ ആൽവിയോളൈന്ന് എവിടെ? നമ്മളുടെ ബോഡി ടിഷ്യൂല് എത്തണ സർക്കുലേഷനെയാണ് നമ്മൾ പറയാ സിസ്റ്റമിക് സർക്കുലേഷൻ.
ഇനി ഒരു ഇമ്പോർട്ടന്റ് ലൈൻ ഉണ്ട്, അതായത് സോലിബിലിറ്റി എന്താ, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി ആണ് ബ്ലഡിൽ കൂടുതൽ ദാൻ എന്ത് ഓക്സിജൻ. അത് കാരണം എന്താ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ഡിഫ്യൂസ് ചെയ്യണ ഒരു മെംബ്രെയിനിൽ ഡിഫ്യൂസ് ചെയ്യണ എന്തായിരിക്കും, കൂടുതലായിരിക്കും കമ്പയർഡ് ടു സെയിം പാർഷ്യൽ പ്രഷർ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ. അതായത് ഞാൻ സെയിം പാർഷ്യൽ പ്രഷറായി കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബ്ലഡിൽ എടുത്തു, അതിനി ഡിഫ്യൂസ് ആവണെങ്കിൽ ഏതിലായിരിക്കും കൂടുതൽ ഡിഫ്യൂസ് ആവാ, സോലിബിൾ. ഇനി കാരണം പാർഷ്യൽ പ്രഷർ സെയിം ആ, ഇനി നമ്മൾ വേറെ എന്ത് നോക്കും, മെംബ്രെയിൻ തിക്നെസ്. അവർ രണ്ടുപേരും സെയിം മെംബ്രെയിനെ ക്രോസ് ചെയ്യാം, അപ്പൊ മെംബ്രെയിൻ തിക്നെസ്സിൽ വ്യത്യാസമില്ല. പിന്നെ എന്ത് നോക്കണം നമ്മള്, സോലിബിലിറ്റി. ഏറ്റവും കൂടുതൽ സോലിബിൾ ആയ സാധനമാണ് എന്താ പറയുക, ഈസി ആയി ഡിഫ്യൂസ് ചെയ്യുക. നാരങ്ങ വെള്ളം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഓക്കെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡിഫ്യൂസ് ചെയ്യുക ഈസി ആയിട്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താ, ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ആൽവിയോളർ കാവിറ്റി. അതിന് ആൽവിയോളയ്ക്ക് ലൈൻ ചെയ്ത ഏത് എപ്പിത്തീലിയാണ്, സ്ക്വാമസ് എപ്പിത്തീലിയാണുള്ളത്. സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്. ഇനി സ്ക്വാമസ് എപ്പിത്തീലിയം എന്ത്, അതിന്റെ തൊട്ട് താഴെ എന്താ, നമ്മളുടെ ബ്ലഡ് കാപ്പിലറി ഉണ്ട്. ബ്ലഡ് കാപ്പിലറിയുടെ എപ്പിത്തീലിയം എന്താ, എൻഡോത്തീലിയം. ഈ എൻഡോത്തീലിയം സ്ക്വാമസ് എപ്പിത്തീലിയം തമ്മിൽ എന്താ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, രണ്ടിനെ ഒരുമിച്ച് വെക്കുന്നത്. അതിനെയാണ് ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്ന് പറയണം. ഓക്കെ, ഇതാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഇത് നിങ്ങളുടെ എന്താ പറയാ നീറ്റിലും ചോദിക്കും, പിന്നെ എന്താ നമ്മളുടെ സ്കൂൾ എക്സാംസ്, അതായത് ബോർഡ് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷൻ ലെയർ എന്താ, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 3 major layers, namely the thin squamous epithelium, പിന്നെ endothelium of alveolar capillaries, പിന്നെ basement substance. Basement substance എന്താ, ആക്ച്വലി ഒരു thin basement membrane ആണ് സപ്പോർട്ടിങ് എന്താ, the squamous epithelium basement membrane surrounding the single layer endothelial cells of capillary. പക്ഷെ ഇതിന്റെ ടോട്ടൽ തിക്നെസ് എന്താ അറിയോ, ഭയങ്കര ചെറുത്, ഒരു മില്ലിമീറ്റർ. എന്താ നമുക്ക് കാണാൻ പോലും പറ്റില്ല. അതിനേക്കാളും ചെറുതാണ് എന്താ പറയാ ടോട്ടൽ തിക്നെസ്. അപ്പോ ഇത് ഈ 1 millimeter ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതും MCQ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ചില്ലേ, അത് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്താ, പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. പിന്നെ എന്താ, മെംബ്രെയിൻ തിക്നെസ്. മൂന്നാമത്തെയാണ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ എക്സ്ചേഞ്ച് എങ്ങനെ നടക്കണേന്ന് പഠിച്ചു. പക്ഷെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ എന്താ പറയാ അതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 97% ഓഫ് ഓക്സിജൻ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, RBCസും, ആൻഡ് റിമൈനിങ് 3% എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അത് ഡിസോൾവ് സ്റ്റേറ്റിലാണ്, പ്ലാസ്മയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ ഓക്സിജൻ ഹീമോഗ്ലോബിനായി ബൈൻഡ് ചെയ്തു. എവിടെ, ആൽവിയോളൈന്ന് ബ്ലഡിൽ ഇറങ്ങുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിനായി ഈ ഓക്സി ഹീമോഗ്ലോബിനാണ് ടിഷ്യൂസിൽ എത്തണം. ഇനി ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ എന്താ, ഈ ഓക്സി ഹീമോഗ്ലോബിൻ അല്ലല്ലോ നമുക്ക് വേണ്ടത്, നമുക്ക് ഓക്സിജൻ ആണ് വേണ്ടത് ടിഷ്യൂസിന്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും. എന്താ, വീണ്ടും ഹീമോഗ്ലോബിൻ ആവും, അത് ഓക്സിജൻ ആവും. എന്നിട്ട് ആ ഓക്സിജൻ ആണ് നമ്മൾ ടിഷ്യൂസ് എടുക്കണം. അപ്പം അതിന്റെ നമ്മളിങ്ങനെ ഒരു സ്റ്റഡി നടത്തി. അതായത് ഓക്സിജൻ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മളൊരു കേർവ് ചെയ്തപ്പോ അതെന്താ പറഞ്ഞു, അതൊരു സിഗ്മോയിഡ് കേർവ് എന്ന് പറഞ്ഞത് ഈ എസ് ഷേപ്ഡ് കേർവ്, എസിന്റെ മോൾ ഭാഗമില്ലേ, അതിനെയാണ് എന്ത് പറയാ, സിഗ്മോയിഡ് കേർവ് എന്ന്. ഓക്കെ, സിഗ്മോയിഡ് കേർവ് ആവാൻ കാരണം എന്താ, ആദ്യം എന്താ, പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അപ്പൊ സീറോ സാച്ചുറേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്ര, 0. ഓക്കെ, ഇനി നമ്മൾ എന്താ സാച്ചുറേഷൻ കൂട്ടിക്കൊണ്ടുവരുന്നു, ഏത് ഹീമോഗ്ലോബിനും ഓക്സിജൻ തമ്മിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. അപ്പൊ ഒരു എന്താ ഒരു 20 ആയപ്പോ പാർഷ്യൽ പ്രഷർ കൂടി തുടങ്ങി ഓക്സിജന്റെ. പിന്നെ 40 ആയപ്പോഴും കൂടി തുടങ്ങി, 60 ആയി, 80 ആയി, പിന്നെ 100 ആയി കഴിഞ്ഞാൽ എന്താ
പിന്നെ അത് സിഗ്മോയിഡ് കർവ് ആണ്. അതായത് ഈ ഇവിടെ ഒരു ലൈൻ വരച്ച ഈ റൈറ്റ് സൈഡിൽ എന്താ സിഗ്നിഫൈ ചെയ്യണം? ഓക്സിജനേറ്റഡ് ബ്ലഡ് ലീവിങ് ദ ലങ്സ്. ഇതെന്ത് സിഗ്നിഫൈ ചെയ്യും? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഈ ടിഷ്യൂസിന് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെയാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കായിട്ട് അതിന്റെ ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ദ ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഓക്സിജൻ കിട്ടും. അപ്പൊ ആ ഫാക്ടേഴ്സ് എന്തായിരിക്കും അതൊന്ന് നോക്കണം. ഫാക്ടേഴ്സ് favoring the dissociation of oxyhemoglobin. ആലോചിച്ചു, ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴ ടിഷ്യൂല് നമ്മളുടെ ഓക്സിജൻ കുറവുള്ളപ്പോഴല്ല ഡിസോസിയേറ്റ് ചെയ്ത് ടിഷ്യൂക്ക് കൊടുക്കുക. അപ്പൊ ടിഷ്യൂ PO2 ലോ ആയിരിക്കണം. PO2 ലോ. പിന്നെ വേറെ എന്തായിരിക്കണം? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി ഇപ്പൊ ഓക്സിജൻ കുറവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടും, PCO2 കൂടും. പിന്നെ H+ കോൺസെൻട്രേഷൻ കൂടണം. പിന്നെ H+ കോൺസെൻട്രേഷൻ കൂടണമെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചറും കൂടണം. ടെമ്പറേച്ചർ ഇസ് ഹൈ. ഇതാണ് ഫാക്ടേഴ്സ് ഫേവറിങ് ഡിസോസിയേഷൻ ആണ് ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഫാക്ടേഴ്സ് ഫേവറിങ് ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. അതായത് ടിഷ്യൂ PO2 എന്തായിരിക്കും? കൂടും. ഓക്സിജൻ ടിഷ്യൂന് ഇനി വേണ്ട. അപ്പൊ തിരിച്ച് ഓക്സിജനോട് പറയും, എക്സ്ട്രാ വരുന്ന ഓക്സിജനോട് നീ ഹീമോഗ്ലോബിനായി ഫ്രണ്ട് ആയിപ്പോ, എനിക്കിനി നിന്നെ വേണ്ട, എനിക്ക് കുറെ ഫ്രണ്ട്സ് ആയി. അപ്പൊ അവരങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ ഇപ്പൊ ഓക്സിജൻ കൂടി വന്നു ടിഷ്യൂല്, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്വിയസ്ലി കുറവായിരിക്കും. പിന്നെ ഡിസോസിയേഷൻ കുറവായതുകൊണ്ട് H+ കുറയും. പിന്നെ ടെമ്പറേച്ചറും കുറവായിരിക്കും. അതാണ് ഫാക്ടേഴ്സ് ഫേവറിങ് ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. അപ്പൊ നമുക്ക് ഇതിന്റെ NCERT നോക്കാം. ബ്ലഡ് ഇസ് മീഡിയം ഫോർ ട്രാൻസ്പോർട്ട് ഫോർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി 90% ഓക്സിജൻ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം? RBCs വഴി. റിമൈനിങ് 3% ആണ് ഡിസോൾവ് സ്റ്റേറ്റ് ആയി പ്ലാസ്മയിൽ കൂടെ അത് ട്രാൻസ്പോർട്ട് ആവുന്നു. ഇനി 20-25% കാർബൺ ഡൈ ഓക്സൈഡ് RBC വഴിയാണ്. പക്ഷെ 70% ബൈകാർബണേറ്റ് ആയിട്ടാണ് പോവുക. ബാക്കി 7% ആണ് ഡിസോൾവ് സ്റ്റേറ്റ് ആയി പ്ലാസ്മയിൽ കൂടെ പോണത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഇത് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എത്ര പെർസെന്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജൻ RBCs ആയി ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ പ്ലാസ്മയായിട്ട് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഫോമിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പോവും. അപ്പൊ മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ഫോമിലാണ് ട്രാൻസ്പോർട്ട് ആവുക. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ ആക്ച്വലി ഒരു റെഡ് കളേർഡ് അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ഈ ഓക്സിജൻ ട്രാപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹീമോഗ്ലോബിൻ ആണ്. ഇനി ഓക്സിജൻ ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്യും ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ. ഒരു ഓക്സിഹീമോഗ്ലോബിന് ഹീമോഗ്ലോബിന് മാക്സിമം 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ബൈൻഡ് ചെയ്യാം. ഇനി binding of oxygen with hemoglobin is primarily related to partial pressure of oxygen, പിന്നെ partial pressure of carbon dioxide, പിന്നെ hydrogen ion concentration, temperature ആണ് other factors ഈ ബൈൻഡിങ്ങിന് സഹായിക്കാൻ ഇന്റർഫിയർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഹീമോഗ്ലോബിൻ സാച്ചുറേഷനും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നമ്മളൊരു പ്ലോട്ട് കർവ് ചെയ്ത് അതിനെയാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ആ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആക്ച്വലി സിഗ്മോയിഡ് ഷേപ്പ് ആണ്. അപ്പൊ ആൽവിയോളയിൽ ആലോചിക്കും, ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. പിന്നെ H+ എന്തായിരിക്കും? കുറവായിരിക്കും. ടെമ്പറേച്ചറും കുറവായിരിക്കും. അപ്പൊ അത് കാരണമാണ് ദീസ് ആർ ഓൾ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. പക്ഷെ ടിഷ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടും, ഓക്സിജൻ കുറയും, H+ കൂടും, പിന്നെന്താ ടെമ്പറേച്ചറും കൂടും. അപ്പൊ ഇതാണ് കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സിഹീമോഗ്ലോബിൻ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 1 ലൈനർ ക്വസ്റ്റ്യൻ നീറ്റിൽ ചോദിക്കാവുന്നത്. every 100 ml of oxygenated blood എത്ര ml ഓക്സിജൻ കൊടുക്കും?
5 ml oxygen to tissues under normal physiological conditions. മനസ്സിലായല്ലോ? അതായത് നോർമൽ ഒരു 100 ml നമ്മൾ എടുത്ത ബ്ലഡ്, ആ 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ml ഓക്സിജൻ ടിഷ്യൂസിൽ കൊടുക്കും? ജസ്റ്റ് 5 ml കൊടുക്കുക. അതായത് 20% മാത്രമേ ഡെലിവറി ആവുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനും പിന്നെ കുറച്ച് ഡിസോർഡേഴ്സ്. അത് കഴിഞ്ഞ് നമുക്ക് NCERT ക്വസ്റ്റ്യൻസും ചെയ്യാം, പിന്നെ ബാക്കി എന്താ നീറ്റിന് MCQസും ചെയ്യാം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻലി എങ്ങനെ ട്രാൻസ്പോർട്ട് ആവുന്നത്? ബൈകാർബണേറ്റ് ഫോമിലാണ്. പിന്നെ കുറച്ച് 20-25% മാത്രമേ എന്താ ഹീമോഗ്ലോബിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. ബാക്കി 7% പ്ലാസ്മയായിട്ടാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ എന്താ പറയാ കോംപ്ലക്സ് ആണ് ഉണ്ടാവുന്നത്. ഇതിന്റെ ബൈൻഡിങ് എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് മെയിൻലി റിലേറ്റ് ആവുക. പിന്നെ എന്താ, നേരത്തെ നമ്മൾ ഓക്സിജന്റെ ഡിസോസിയേഷൻ പറഞ്ഞ പോലെ ടെമ്പറേച്ചറും H+ന്റെ കോൺസെൻട്രേഷനും ഓക്സിജൻ ലെവലും ഇതൊക്കെയാണ് അതർ ഫാക്ടേഴ്സ് ഫേവറിങ് ദ ബൈൻഡിങ്, ഇന്റർഫിയറിങ് വിത്ത് ദ ബൈൻഡിങ്. അപ്പോ ടിഷ്യൂസില് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ കൂടുതലാവുക, അത് ഓക്സിജൻ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അത് കാരണം എന്താ, കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ബൈൻഡ് ചെയ്യും? നമ്മളിപ്പോ കാർബമിനോ ഹീമോഗ്ലോബിനായി ടിഷ്യൂസിന് പുറത്തിറങ്ങി അത് ലങ്സിലേക്ക് എത്തിക്കും. പക്ഷെ നമ്മൾ ആൽവിയോളയിൽ PCO2 കുറവായതുകൊണ്ട് PO2 കൂടുതലായതുകൊണ്ട് ഡിസോസിയേഷൻ ആണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുക ഫ്രം കാർബമിനോ ഹീമോഗ്ലോബിൻ. അതാണ് CO2 റിലീസ് ആവും, പിന്നെ ആൽവിയോളയിൽ പോകും. ഇനി RBCസിൽ എന്താ, കുറച്ച് എൻസൈംസ് ഉണ്ട്. മെയിൻ എൻസൈം കാർബോണിക് എൻഹൈഡ്രേസ്. ഇതിന്റെ RBCസിലാണ്, പിന്നെ പ്ലാസ്മയിലും കുറച്ച് കാണാം. ഇതാണ് ഈ റിയാക്ഷന് സഹായിക്കാനുള്ള മെയിൻ എൻസൈം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ വെള്ളമായി ഫോം ചെയ്ത് H2CO3 ആയി. H2CO3 വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് എന്താവും? ബൈകാർബണേറ്റും H+ ആയി. മനസ്സിലായല്ലോ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ഡിഫ്യൂസ് ആയി RBCസും പ്ലാസ്മയായിട്ട് അതെന്ത് ഫോം ചെയ്യും? ബൈകാർബണേറ്റും H+ഉം. പക്ഷെ ആൽവിയോളർ സൈഡിൽ PCO2 കുറവായതുകൊണ്ട് എന്താ, ഇത് ഈ റിയാക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഫോർമേഷനാണ് നടക്കുക അവിടെ. അപ്പൊ അത് കാരണമാണ് ഈ CO2 എന്താ ബൈകാർബണേറ്റ് ലെവലായി ട്രാപ്ഡ് ആയി ടിഷ്യൂ ലെവലിൽ. പക്ഷെ ആൽവിയോളായി റിലീസ് ആവുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അപ്പൊ എവറി 100 ml ഓഫ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയ്ക്ക് കൊടുക്കും? 4 ml. അപ്പൊ എത്ര, ആൻഡ് ഹൗ മെനി ml ഓഫ് ഓക്സിനേറ്റഡ് ബ്ലഡ് ഡെലിവേഴ്സ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്? അതെത്രയാ? 5 ml. മനസ്സിലായല്ലോ? എല്ലാ 100 ml ഓക്സിനേറ്റഡ് ബ്ലഡ് ജസ്റ്റ് 5 ml ഓക്സിജൻ മാത്രമേ ടിഷ്യൂസിന് കൊടുക്കണുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. അതായത് നമുക്ക് റെസ്പിറേഷൻ എപ്പോഴും ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത് നോർമൽ ആയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ ഓടാന്ന് വിചാരിക്കാം, അല്ല എക്സസൈസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് എനിക്ക് എന്റെ ബോഡിക്കും ടിഷ്യൂസിനും ഈ മസിലിനൊക്കെ ഓക്സിജൻ കിട്ടുമോ? ഇല്ല. ഞാൻ എന്താ പറയാ ഫെറ്റീഗായി ഞാൻ കുഴഞ്ഞു വീഴും ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ. അപ്പൊ അത് കാരണമാണ് ഈ റെസ്പിറേഷൻ റെഗുലേഷൻ ഉണ്ട്. അതായത് എപ്പോ കൂട്ടണം എപ്പോ കുറയ്ക്കണം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. അപ്പൊ അതിന് 2 മെക്കാനിസം ഉണ്ട്. ന്യൂറൽ മെക്കാനിസം ഉണ്ട്, കെമിക്കൽ മെക്കാനിസം. ന്യൂറൽ മെക്കാനിസത്തിൽ റെസ്പിറേറ്ററി സെന്റേഴ്സ് എവിടെയാണ്? ഞാൻ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു. റെസ്പിറേറ്ററി സെന്റർ ന്യൂറൽ എവിടെയാണ്? മെഡുല്ല ഒബ്ലോംഗാറ്റയിലാണ്. അതാണ് നമ്മളുടെ ബോഡിയിലുള്ള ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ സെൻസ് ചെയ്ത് നമ്മളുടെ റെസ്പിറേറ്ററി മസിൽസിന് ഇമ്പൾസ് കൊടുക്കും. ഇപ്പൊ ഓക്സിജൻ കുറവാണെങ്കിൽ കൺട്രാക്ട് ചെയ്യാൻ പറയും നമ്മളുടെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനോട്. ഇപ്പൊ ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, ഓക്സിജൻ കൂടുതലാണ്, ഇനി നമുക്ക് അത്ര ഓക്സിജൻ ആവശ്യമില്ല, അപ്പൊ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറയും. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ പറയാ മെഡുല്ല ഒബ്ലോംഗാറ്റയിൽ മെഡുല്ലയിലുള്ള ന്യൂറൽ മെക്കാനിസം. ഇനി ഒരു ന്യൂമാറ്റിക് സെന്റർ ഉണ്ട്. ന്യൂമാറ്റിക് സെന്റർ എന്താ? അത് ഈ റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. അതാണ് ഈ
ന്യൂമാറ്റിക് സെന്ററിലാണ് ഈ റേറ്റ് ഓഫ് ഇൻസ്പിരേഷൻ എന്താ കുറയ്ക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. വേറൊരു സെന്റർ ആണ് പോൺസിൽ കാണുന്നത്, അതാണ് ന്യൂമോടാക്സിക് സെന്റർ. അതും എന്താ ഈ റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ ഫങ്ഷൻസിനെ മോഡറേറ്റ് ചെയ്യും. ഇനി ന്യൂറൽ സിഗ്നൽ ഈ ന്യൂമോടാക്സിക് സെന്റർ എന്താ ചെയ്യുക ആക്ച്വലി, ഈ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ എന്താ കുറയ്ക്കും. ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ കുറച്ചു നോക്കി ആലോചിച്ച് നോക്ക്, കോമൺ സെൻസ് ആണ്. ഓരോ ഇൻസ്പിരേഷൻ ഡ്യൂറേഷൻ കൂടുക എന്ന് വെച്ചാൽ എന്താ, റെസ്പിറേറ്ററി റേറ്റ് എന്താ കൂടും. ഇനി ഒരു കീമോ സെൻസിറ്റീവ് ഏരിയ ഉണ്ട് അഡ്ജസെന്റ് ടു റിതം സെന്റർ. അത് ആക്ച്വലി എന്താ, കാർബൺ ഡൈ ഓക്സൈഡും H+ ലെവൽസിനെയാണ് സെൻസിറ്റീവ്. ഓക്സിജൻ ലെവൽസ് അല്ല, കാർബൺ ഡൈ ഓക്സൈഡും H+ഉം ജസ്റ്റ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഉള്ള കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടിയ ഈ സെന്റർ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് റിതം സെന്ററിനോട് എന്താ പറയും, ദേ ഈ എന്റെ ബോഡിയിൽ കൂടുതലാണ് കാർബൺ ഡൈ ഓക്സൈഡ് H+, അതിന് നീ എങ്ങനെ എന്തെങ്കിലും ചെയ്ത് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫംഗ്ഷനും കൂടിയാണ് ഈ കീമോ സെൻസിറ്റീവ് ഏരിയയുടെ. ഇനി നമ്മളുടെ അയോട്ടിക് ആർച്ചിലും കെരോട്ടിഡ് ആർട്ടറിയിലും എന്താ ഈ കാർബൺ ഡൈ ഓക്സൈഡ് H+ കോൺസെൻട്രേഷൻ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്നിട്ട് അവരും ഈ റിതം സെന്ററിന് എന്താ പറയാ സിഗ്നൽ കൊടുക്കും. ഈ റോൾ ഓഫ് ഇത് ഇമ്പോർട്ടന്റ് ലൈൻ ആണ്. ദ റോൾ ഓഫ് ഓക്സിജൻ എന്താ ഇൻ ദ റെഗുലേഷൻ ഓഫ് റെസ്പിറേറ്ററി റിതം ഇസ് ക്വൈറ്റ് ഇൻസിഗ്നിഫിക്കന്റ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അതായത് ഒരു ആളുടെ ലെവലിൽ ഓക്സിജൻ ലെവൽ കൂടുകയാണ്. ഓക്സിജൻ അപ്പോ കീമോ സെൻസിറ്റീവ് ഏരിയ ആക്ടിവേറ്റ് ആവോ ഇല്ലയോ? അപ്പൊ നിങ്ങൾ എന്ന് വിചാരിക്കും, ആക്ടിവേറ്റ് ആവും, ഓക്സിജൻ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ മെക്കാനിസം അവർ റിതം സെന്ററിനോട് പറയും. പക്ഷെ ആക്ച്വലി എന്താ ഞാൻ പറഞ്ഞു, കീമോ സെൻസിറ്റീവ് ഏരിയ ജസ്റ്റ് എന്താ CO2 ആൻഡ് H+ അയോൺസിന് മാത്രമാണ് അവര് ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു എന്ത്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. ഇത് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഡിസോർഡർ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും പരിചയമുള്ളവർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും ആസ്തമ എന്തെന്ന്. ആസ്തമ എന്താ ആക്ച്വലി, ആസ്തമ ഇങ്ങനെ ആസ്മയ്ക്ക് ഇൻഹേലർ ഒക്കെ ഉപയോഗിക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആസ്മ ആക്ച്വലി നമ്മളുടെ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഒരു ക്രോണിക് ലങ് ഡിസോർഡർ ആണ്. അതെന്താ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നമ്മള് ബ്രോങ്കൈഡ് അവിടെ. അത് കാരണം എന്താ, ബ്രോങ്കൈഡ് ലൂമൻ നാരോ ചെയ്യുമ്പോൾ എന്താ ഈ എയർ അകത്തേക്ക് വരും, പക്ഷെ പുറത്തു പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇലാസ്റ്റിസിറ്റി കുറയും, റീകോയിൽ ആവണില്ല. അപ്പൊ അത് കാരണം എന്താ, എയർ ട്രാപ്പ് ആവും. അത് കാരണം വീസിങ്, ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സൗണ്ട് ആണ് വീസിങ്. അതെനിക്ക് ഇപ്പൊ കാണിച്ചു തരാൻ പറ്റില്ല. ആക്ച്വലി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി വീസിങ് എങ്ങനെയാ സൗണ്ട് കേൾക്കാം. അപ്പൊ ഇവരുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ആസ്മയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വീസിങ്. പിന്നെ അവർ പറയുന്നുണ്ട് ചെസ്റ്റ് ഒക്കെ ഇങ്ങനെ മുറുകി പിടിച്ച് ആരോ പിടിച്ച് അമർത്തണ പോലെയാണ്. അപ്പൊ അതാണ് ചെസ്റ്റ് ടൈറ്റ്നെസ് ഉണ്ടാവും. ഇതിനെയാണ് ആസ്തമ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും, ക്ലാസ് ഇൻ ദ സെൻസ് MBBS പഠിക്കും. വേറൊരു ഡിസോർഡർ ആണ് എന്താ പറയാ, എംഫൈസീമ. എംഫൈസീമ എന്ന് പറയുന്നത് നമ്മളെ ആൽവിയോള ഇല്ലേ, അതിന്റെ വാൾസിന് ഡാമേജ് ആവും. അപ്പൊ വാൾസിന് ഡാമേജ് ആയ എന്താ, ഇത് നടക്കുമോ, എക്സ്ചേഞ്ച് നടക്കുമോ? ഇല്ല. അപ്പൊ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയും. അപ്പൊ അത് കാരണമാണ് എന്താ പറയാ എയർ സാക്സ് എന്ത് ചെയ്യും, ഇത് കാരണം ഡിസ്നിയ എന്ന് പറയുന്നതാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. ഇനി ഇതിന്റെ എംഫൈസീമയുടെ മെയിൻ റിസ്ക് ഫാക്ടർ ആണ് സിഗരറ്റ് സ്മോക്കിംഗ്. ഇനി കുറച്ച് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ട്. ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ചില ഫാക്ടറീസിൽ, അതായത് വല്ല കോൾ ഫാക്ടറിയോ അല്ലെങ്കിൽ സിലിക്കോൺ ഫാക്ടറിയോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ വല്ല ആസ്ബറ്റോസ് ഫാക്ടറി ഷിപ്പ് യാർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ഈ കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവർ ഇൻഹേൽ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മളെ ബോഡിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതിനുള്ള ഡിഫൻസ് മെക്കാനിസം ചെയ്ത് വരുമ്പോ എന്തുണ്ടാവും, ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഭയങ്കര ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ട് കഴിഞ്ഞാൽ ലങ്സിന്റെ ഫൈബ്രോസിസ് വരും. അപ്പൊ അത് കാരണമാണ് നല്ല സീരിയസ് ലങ് ഡാമേജ് ഉണ്ടാവും. ലങ്സ് ഫൈബ്രോസ് ആയതിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ
നമ്മളുടെ ഉള്ളിൽ കംപ്ലയൻസ് കുറയും. കംപ്ലയൻസ് കുറഞ്ഞാൽ എന്തുണ്ടാവും? നമ്മളുടെ എയർ നമ്മള് ലങ്സിൽ എത്തില്ല. അത് കാരണം മരിച്ചു പോകാനും റിസ്ക് ഉള്ള ചാൻസസ് ഉള്ള ഇതാണ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞുതരാം. എന്ത് ലെവൽ, നീഡ് ലെവലിൽ ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അത് എന്താ, ഈ സ്കൂളിലൊക്കെ നിങ്ങൾ റണ്ണിങ് റേസസ് ഇതൊക്കെ ലോങ് ജമ്പിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ സമയത്തല്ലേ നിങ്ങൾക്ക് നന്നായി ഫാസ്റ്റ് ബ്രീത്തിങ് ആവശ്യമുള്ള സമയം. കാരണം നമ്മുടെ മസിലിന് ഓക്സിജൻ വേണം. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി എന്താ സിഗ്നൽ കൊടുക്കും. ആർക്ക്? മറ്റേ ന്യൂറൽ സെന്ററിന്. അവ ന്യൂറൽ സെന്റർ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ്, അത് മെയിൻലി മെഡുല്ലയിലാണ് വരുന്നത്. അവര് മെഡുല്ലയും പോൺസും ഉണ്ട്. അപ്പൊ ഈ സെൻസേഴ്സ് എന്താ ആക്ച്വലി കീമോ റിസെപ്റ്റേഴ്സ് ആണ്. കീമോ റിസെപ്റ്റേഴ്സ് ആക്ച്വലി എന്താ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ ബ്ലഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ എന്താ H+ ലെവൽ. ഇനി മെഡുല്ലയില് 2 ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്. അത് ഡോർസൽ പോർഷൻ ഓഫ് മെഡുല്ലയിലാണ് കാണാം. ഈ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് എന്താ ആക്ച്വലി എന്താ ഇൻസ്പിറേഷൻ ആണ് സഹായിക്കുക. ഇൻസ്പിറേഷൻ സഹായിക്കണമെങ്കിൽ അവർ ആർക്ക് സ്റ്റിമുലേഷൻ കൊടുക്കും? ഡയഫ്രം ഇല്ലേ, അതിന്റെ മസിലിൽ സ്റ്റിമുലേഷൻ കൊടുക്കും. എന്ത് ഇൻസ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമൽ ഷേപ്പ് ഡയഫ്രം ഡോമാണ്. പക്ഷെ അതിന് ഫ്ലാറ്റ് ആക്കാനുള്ള സിഗ്നൽ ആര് കൊടുക്കും? ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. പിന്നെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിന് എന്ത് ചെയ്യാൻ? റിബ്സിനെ പൊക്കാൻ, അതായത് കൺട്രാക്ട് ചെയ്യാനും അവർ പറയും. അങ്ങനെയാണ് റെസ്പിറേറ്ററി റിതും റെസ്പിറേറ്ററി റേറ്റും ഡോർസൽ എന്താ പറയാ റെസ്പിറേറ്ററി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് പേരിൽ തന്നെയാണ് വെൻട്രൽ പോർഷൻ ഓഫ് വെൻട്രോ ലാറ്ററൽ പാർട്ട് ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലാണ് കാണാം. അവരെന്താ ജസ്റ്റ് ഇൻസ്പിറേഷൻ മാത്രമല്ല എക്സ്പിറേഷൻ വരെ സിഗ്നൽ കൊടുക്കും. അപ്പൊ ഇൻസ്പിറേഷന് സിഗ്നൽ കൊടുക്കാൻ അവർ ഡയഫ്രം എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിന് കൊടുക്കും. പക്ഷെ എക്സ്പിറേഷൻ എന്താ, അത് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനും അബ്ഡമൻ വാളിനെയാണ് എന്ത് അവര് സ്റ്റിമുലേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ആലോചിക്കുക, ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇൻസ്പിറേഷൻ നടക്കും എന്താ ചെസ്റ്റ് വാൾ അല്ല മുകളിൽ പോകണം. നിങ്ങൾ അബ്ഡമൻ വെച്ചല്ലോ ബ്രീത്ത് ചെയ്യണം. പക്ഷെ നമ്മൾ തിരിച്ച് എക്സ്പയർ ചെയ്തു. അപ്പൊ എന്താ, നമ്മൾ വയറ് വീർക്കും. അതിന്റെ അബ്ഡമൽ മസിൽസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതാണ് എക്സ്പിറേറ്ററി സെന്റർ. ഇനി ഒരു അപ്ന്യൂസ്റ്റിക് സെന്റർ ഉണ്ട്. അപ്ന്യൂസ്റ്റിക് സെന്ററും ന്യൂമോടാക്സിക് സെന്ററും. ഇത് രണ്ടും എന്താ ആക്ച്വലി പോൺസിലാണ് കാണാം. അപ്ന്യൂസ്റ്റിക് സെന്റർ എന്താന്ന് നോക്കാം. ഇത് ആക്ച്വലി ലോവർ പാർട്ട് ഓഫ് പോൺസിലാണ് കാണുക. അത് ഇൻസ്പിറേഷനുള്ള സിഗ്നൽസ് ആണ് കൊടുക്കുക. എന്തിന്? ഡീപ് ലോങ് ബ്രെത്ത്സിന് വേണ്ടി. ഇതാണ് എന്താ ഇൻസ്പിറേറ്ററി സെന്ററിന് എക്സൈറ്റ് ചെയ്യാനുള്ള മെയിൻ എന്താ പറയാ ഇൻസ്പിറേറ്ററി ഋതത്തിന് എക്സൈറ്റ് ചെയ്യുന്ന മെയിൻ പാർട്ടാണ് അപ്ന്യൂസ്റ്റിക് സെന്റർ. അപ്പോ എന്താ ഈ സെന്റർ സ്റ്റിമുലേറ്റ് ആയ എന്താ റേറ്റ് ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഇൻസ്പിറേറ്ററി മസിൽസ് കൂടും. അപ്പൊ റേറ്റ് ഓഫ് കൺട്രാക്ഷൻ ഇൻസ്പിറേറ്ററി മസിൽസ് കൂടി എന്താ ടൈഡൽ വോളിയം കൂടും. ടൈഡൽ വോളിയം കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടും. അത് പിന്നെ ഡിഫ്യൂസ് ആവും. ഇനി ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്. ന്യൂമോടാക്സിക് സെന്റർ ആക്ച്വലി ഡോർസൽ പാർട്ട് ഓഫ് പോൺസ് വെരോളിയിലാണ് കാണാം. അതെന്താ, ഇത് ആക്ച്വലി എന്താ ഫങ്ഷൻ ഈ റെസ്പിറേറ്ററി ഋതത്തിന് കുറയ്ക്കാൻ. അതായത് ഇപ്പോ ഞാൻ നന്നായി ഓടുന്ന സമയത്ത് എന്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടണം, കാരണം എനിക്ക് ഓക്സിജൻ വേണം. പക്ഷെ ഞാൻ ഇപ്പൊ ഓടിക്കഴിഞ്ഞ് തേരിയിരുന്നു. അപ്പൊ ആ ഇരിക്കുന്ന സമയത്ത് എന്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടണോ? വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. ഞാൻ ഇരുന്നപ്പോ ഞാൻ ഇപ്പൊ എന്റെ ബോഡി റെസ്റ്റിലാണ്, എനിക്ക് ആവശ്യമുള്ള ഓക്സിജൻ മതി. അപ്പൊ എനിക്കുള്ളതിൽ ഞാൻ സന്തുഷ്ടനാണ്. അത് കാണിക്കാൻ അതിനു വേണ്ടി സഹായിക്കുന്നതാണ് ന്യൂമോടാക്സിക് സെന്റർ. ഇത് ആക്ച്വലി എന്താ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ എന്താ കുറയ്ക്കും. അപ്പൊ ആ കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. ഇത് മെഡുല്ല സെന്ററിന്റെ ഒപ്പമാണ് അവർ വർക്ക് ചെയ്യുക. ഇനി ഒരു ഹെറിംഗ് ബ്രൂവർ റിഫ്ലെക്സ് ആർച്ച് ഉണ്ട്. ഇത് ആക്ച്വലി എന്താ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. ഈ ആൽവിയോളെ എന്താ ബേസ്റ്റ് ചെയ്യാണ്ട് സഹായിക്കുന്ന റിഫ്ലെക്സ് ആണ് ഹെറിംഗ് ബ്രൂവർ റിഫ്ലെക്സ്. ഇത് ആക്ച്വലി ഓവർ ഇൻഫ്ലേഷൻ ഓഫ് ലങ്സിനെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് വല്ല എംഫൈസിങ് ആസ്മ പോലെ കണ്ടീഷൻസ് ഉണ്ടായ ലങ് ഇൻഫ്ലേഷൻ ഉണ്ടാവും.
ആ ലങ് ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ ലങ് പൊട്ടരുത്, അതായത് ആൽവിയോളെ ബേസ്റ്റ് ഔട്ട് ചെയ്യരുത്. അതിന് വേണ്ടി സഹായിക്കുന്നതാണ് നമ്മളുടെ ഹെറിങ് ബ്രൂവർ റിഫ്ലെക്സ് ആർച്ച്. അപ്പൊ ഇങ്ങനെ നീ ബേസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഈ ബ്രോങ്കയും ഏട്രിയും തമ്മിലുള്ള വാൾസിൽ. അപ്പോ നമ്മുടെ ആൽവിയോളയുടെ ഉള്ളിൽ മാക്സിമം എയർ ഫില്ലായി എന്ന് വിചാരിക്കാം. മാക്സിമം എയർ ഫില്ലായി കഴിഞ്ഞാൽ എന്താ, ഈ റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോഴാണ് ഈ ഹെറിങ് ബ്രൂവർ റിഫ്ലെക്സ് ആർച്ച് എന്താ ഇൻഹിബിറ്ററി സിഗ്നൽസ് ഇൻസ്പിറേറ്ററി സെന്ററിന് കൊടുക്കും. എന്താ, ഒരു പാരസിമ്പറ്റിക് നെർവ് ആണ്, അതായത് വേഗസ് നെർവ്. ഈ ഇൻസ്പിറേഷൻ സ്വിച്ച് ഓഫ് ചെയ്ത് നീ എക്സ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇതാണ് ആക്ച്വലി എന്ത് പ്രിവെന്റ് ചെയ്യുക, ആൽവിയോലൈ ഫ്രം ഓവർ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ബേർസ്റ്റിംഗ്. അതിനെയാണ് നിങ്ങൾ ഹെറിങ് ബ്രൂവർ റിഫ്ലെക്സ് ആർച്ച് എന്ന് പറയാം. ഇനി കെമിക്കൽ റെഗുലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കെമിക്കൽ റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താ, അതിന് രണ്ട് കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് ആക്ച്വലി മെഡുല്ലയുടെ ഒപ്പാണ് കാണുക. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷറും പിന്നെ H+ അയൺ കോൺസെൻട്രേഷനും മാത്രമാണ് സെൻസിറ്റീവ്. അപ്പോൾ ഒരു കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കും, അതായത് കാർബൺ ഡൈ ഓക്സൈഡും H+ഉം കൂടുക. അത് കൂടുകയാണെങ്കിൽ ഈ റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, റെസ്പിറേറ്ററി ഇതാണെങ്കിൽ ഇൻസ്പിറേറ്ററി സെന്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. നോക്ക്, നിന്റെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഇനി നിനക്ക് ഓക്സിജൻ കിട്ടില്ല, അപ്പൊ നീ വേഗം ഇൻസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്തോ, ഓക്സിജൻ വേണമെങ്കിൽ. ഇതാണ് ആക്ച്വലി എന്ത്, ഈ റേറ്റും റിതം ഓഫ് റെസ്പിറേഷൻ അവർ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതാണ് സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് മെഡുല്ലയിലുള്ള. സെൻട്രൽ CNS പാർട്ട്. ഈ പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് എവിടെയാ, നമ്മൾ അയോട്ടിക് ബോഡീസ് അല്ലെങ്കിൽ കെരോട്ടിക് ബോഡീസ്. ഇതും സെയിം നേരത്തെ പറഞ്ഞ മെക്കാനിസം പോലെ തന്നെ എന്താ പറയാ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും H+ അയോൺസിന് ബേസ്ഡ് ആയിട്ടാണ് അവരെന്ത് റെഗുലേറ്റ് ആവുക. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ മൊത്തം ചാപ്റ്റർ കഴിഞ്ഞ് ഞാൻ കുറെ എക്സ്ട്രാ പറഞ്ഞു തന്നിരുന്നു ഇതില്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല ചാപ്റ്റർ, നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ഇനി നമുക്ക് ഇനി NCERT എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിഫൈൻ വൈറ്റൽ കപ്പാസിറ്റി, വാട്ട് ഇസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. വൈറ്റൽ കപ്പാസിറ്റി എന്താണ് ഞാൻ പറഞ്ഞു, മാക്സിമം വോള്യൂം ഓഫ് എയർ ആണ് ഒരാൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുക ഒരു ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മാക്സിമം വോള്യൂം ഓഫ് എയർ എന്താ ഒരാൾക്ക് പുറത്ത് വിടാൻ പറ്റുക ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഇത് ആക്ച്വലി എന്താ, നമ്മളുടെ ഒരു സിംഗിൾ റെസ്പിറേഷൻ കഴിഞ്ഞ് എത്ര മാക്സിമം എമൗണ്ട് ഓഫ് എയർ പുതിയതായിട്ട് പുറത്ത് വിടാം അല്ലെങ്കിൽ പുതിയതായിട്ട് അകത്തേക്ക് എടുക്കാം എന്നുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, ആ വോളിയമാണ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റിന്ന് കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ ബോഡിക്ക് അത്രയും എനർജി ഉണ്ട്. അതായത് സിംഗേഴ്സ്, അത്ലീറ്റ്സിനൊക്കെ ഈ വൈറ്റൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും. സ്റ്റേറ്റ് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ ബ്രീതിങ്. അതെന്താ, ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി അല്ലേ. പക്ഷെ സ്റ്റേറ്റ് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ബ്രീതിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെയാണ് നമ്മൾ എന്താ റെസിഡ്യൂവൽ വോളിയം എന്ന് പറയാം. അപ്പൊ റെസിഡ്യൂവൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ് എന്താ നമ്മളുടെ FRC. അത് ആക്ച്വലി 2100 to 2300, അതാണെങ്കിൽ 2.1 ലിറ്റർ to 2.3 ലിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ആൽവിയോലയിൽ മാത്രം ഡിഫ്യൂഷൻ നടക്കണം, വേറൊരു എത്ര പാർട്സ് ഉണ്ട് റെസ്പിറേറ്ററി സിസ്റ്റം. ഞാൻ പറഞ്ഞു നോസ്ട്രൽസ്, നേസൽ കാവിറ്റി, അല്ലെങ്കിൽ ട്രക്കിയ, ലാരിങ്സ്, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് അല്ലെ. ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്താ ഡിഫ്യൂഷൻ നടന്നൂടെ, അതെന്താ. പക്ഷെ അവിടെ നിന്ന് നടക്കാണ്ട് എന്തുകൊണ്ടാണ് ആൽവിയോലയിൽ മാത്രം നടക്കണം, അത് ആക്ച്വലി എന്താ, ഈ ഡിഫ്യൂഷൻ എക്സ്ചേഞ്ചിന് നടക്കണമെങ്കിൽ ഒരു മെംബ്രെയിൻ വേണം. ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഒരു മെംബ്രെയിൻ വേണം, പിന്നെ ഒരു നല്ല സർഫസ് ഏരിയ കൂടുതലുള്ള മെംബ്രെയിൻ വേണം, പിന്നെ വാസ്കുലർ ആയിരിക്കണം. അതായത് ബ്ലഡ് വെസൽ ഇല്ലെങ്കിൽ, ഞാൻ ട്രക്കിയും ബ്രോങ്കിയും ആലോചിച്ചു നോക്കുക, അവിടെ ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ല. ആ ബ്ലഡ് വെസൽസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ എന്റെ ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് ബ്ലഡ് കൊണ്ടു കൊടുക്കും അല്ലെ. അപ്പൊ ഫോർ ദ എഫിഷ്യന്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്താ,
ഈ റെസ്പിറേറ്ററി സർഫസ് തിൻ ആയിരിക്കണം, പെർമിയബിൾ ആയിരിക്കണം റെസ്പിറേറ്ററി ഗ്യാസസ്. പിന്നെ സർഫസ് ഏരിയ കൂടുതലായിരിക്കണം. പിന്നെ ഹൈലി വാസ്കുലർ ആയിരിക്കണം. അപ്പൊ ആൽവിയോളയിൽ മാത്രമാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നത്. അതുകൊണ്ടാണ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഇവിടെ നടക്കണം. ഇനി ഈ മേജർ ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് എന്താന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 70% ബൈകാർബണേറ്റ് ഫോമിലായിരിക്കും. പിന്നെ 20-25% എന്തായിരിക്കും ഹീമോഗ്ലോബിൻ ആയിട്ട് RBC ബൈൻഡ് ചെയ്യും. പിന്നെ ബാക്കി 7% എന്താ ഈ പ്ലാസ്മയെ ഡിസോൾവ് ചെയ്തിട്ടാണ് അവർ ട്രാൻസ്പോർട്ട് ആവുന്നത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനായി കമ്പൈൻ ചെയ്തൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അതിനെയാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി what will be the partial pressure of oxygen and carbon dioxide in the atmospheric air compared to those in the alveolar air? നിങ്ങൾ പറ, ആലോചിച്ച് പറ എന്തായിരിക്കും. ഇതായിരിക്കില്ലേ PO2 ഹയർ ആയിരിക്കും, PCO2 എന്തായിരിക്കും കുറവായിരിക്കും. എന്നാലല്ലേ ആൽവിയോളയിൽ വരുള്ളൂ. ഞാൻ പറഞ്ഞു പ്രഷർ ഗ്രേഡിയന്റ് വേണം, പാർഷ്യൽ പ്രഷർ ഗ്രേഡിയന്റ്. അപ്പോൾ ഓക്സിജൻ ലെവൽ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്കാണ് ഓക്സിജൻ വരിക. അപ്പോ അതിന്റെ വാല്യൂസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വേഗ് ആൻസർ പറയല്ല, നിങ്ങൾ NCERT ഇതിന്റെ പാർഷ്യൽ പ്രഷറിന്റെ വാല്യൂസ് ഉണ്ട്. അത് ബൈഹാർട്ടായി പഠിച്ചു വെക്കണം. അതെന്തായാലും പഠിക്കണം, അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഇൻസ്പിരേഷൻ അണ്ടർ നോർമൽ കണ്ടീഷൻസ്. ഇൻസ്പിരേഷൻ എന്താ? നമ്മള് ലങ്സ് ഫ്രഷ് എയർ വലിച്ചെടുക്കണം. അപ്പൊ ഫ്രഷ് എയർ വലിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ഡയഫ്രം എന്താ ഫ്ലാറ്റ് ആവും, കൺട്രാക്ട് ചെയ്ത് ഡയഫ്രം മസിൽസ് കൺട്രാക്ട് ചെയ്ത് ഫ്ലാറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഇന്റർകോസ്റ്റൽ മസിൽസും സഹായിക്കും. ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം ആണ് പ്രിൻസിപ്പൽ മസിൽസ് ഓഫ് ഇൻസ്പിരേഷൻ. ഇനി തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടും. എങ്ങനെ? ഈ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് വഴി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ ഇൻസ്പിരേഷന്റെ സമയത്ത് തന്നെ ഈ അബ്ഡോമിനൽ മസിൽസും റിലാക്സ് ആവും. അത് കാരണം എന്താ? ഈ അബ്ഡോമിനൽ ഓർഗൻസിന്റെ കംപ്രഷൻ ഉണ്ടാവും ബൈ ഡയഫ്രം. അപ്പൊ ഓവറോൾ തൊറാസിക് ക്യാവിറ്റി വോളിയം ഇൻക്രീസ് ആവും. ആ വോളിയം ഇൻക്രീസ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു പ്രഷർ കുറയും, ബോയിൽ സ്ലോ വരും. അപ്പൊ പ്രഷർ കുറയുമ്പോ എന്താ? പ്രഷർ കൂടി കൊടുക്കുന്നു, പ്രഷർ കുറവുള്ള സ്ഥലത്തേക്കാണ് എയർ വരിക. ഈ പ്രഷർ ഗ്രേഡിയന്റ് ആണ് എന്താ responsible for the rapid flow of air into the lungs. Okay, ഇനി എന്താ? how is respiration regulated? ഈ റെസ്പിറേഷൻ ഞാൻ പറഞ്ഞു രണ്ട് റെഗുലേഷൻസ് ഉണ്ട്, നെർവസ് ആൻഡ് കെമിക്കൽ റെഗുലേഷൻസ്. ഇപ്പൊ റെസ്പിറേറ്ററി സെന്റർ ഇൻ ബ്രെയിൻ ആണ് എന്താ? ഇറ്റ് ഇസ് ന്യൂറോൺസ് ഉണ്ട് മെഡുല്ലയിലും പോൺസിലും. അപ്പൊ മെഡുല്ലയിലാണ് മെയിൻ റെസ്പിറേറ്ററി സെന്റർ. അവരെന്താ? ഈ ഇൻസ്പിരേഷന്റെ ഡ്യൂറേഷൻ കുറച്ച് ഈ റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. പിന്നെ പോൺസിൽ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. ഡോർസൽ എന്താ? ആക്ച്വലി റെസ്പിറേഷൻ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, പക്ഷെ വെൻട്രൽ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഒരു ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ അപ്ന്യൂസ്റ്റിക് സെന്ററും ഉണ്ട്. What is the effect of PCO2 on oxygen transport? ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആണ് നമ്മളുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആക്കുക. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? അവിടെ എന്തായിരിക്കും? ഡിസോസിയേഷൻ നടക്കും. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഫോർ ഓക്സിജൻ. ഇതിനെയാണ് ബോൾസ് ഇഫക്റ്റ് എന്ന് പറയാം. ഇതാണ് ആക്ച്വലി ഇമ്പോർട്ടന്റ് റോള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിന്? റിലീസ് ഓഫ് ഓക്സിജന്. അപ്പൊ ബോൾസ് ഇഫക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. അത് ഞാൻ അവിടെ എഴുതാൻ പറഞ്ഞു. ഇതിന് ബോൾസ് ഇഫക്റ്റ് എന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ റെസ്പിറേറ്ററി പ്രോസസ് ഇൻ എ മാൻ ഗോയിങ് അപ്പ് എ ഹിൽ? ആലോചിച്ച് നോക്ക്, എന്തുണ്ടാവും? ഒരു കയറ്റം കയറാണ് ഒരു മനുഷ്യൻ. അപ്പൊ റേറ്റ് ഓഫ് ബ്രീത്തിങ് കൂടും. എന്തിനാ? ഈ സഫീഷ്യന്റ് ഓക്സിജൻ ബ്ലഡിലേക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം ഈ മൗണ്ടൻ ആണ്, മൗണ്ടൻസിലൊക്കെ എന്താ നമ്മൾ ഹൈറ്റ് കൂടുതലുള്ള പ്രഷർ കുറവാ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായതുകൊണ്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് ബ്രീത്ത് ചെയ്യണം. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സൈറ്റ് ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ ആൻ ഇൻസെക്ട്? എന്താ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ടേബിൾ വരച്ചിരുന്നു പല ഓർഗാൻസും, അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻ ട്രക്കിയ. ഇനി
ഡിഫൈൻ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അതാണ് ഞാൻ ബോൾസ് ഇഫക്റ്റ് നേരത്തെ പറഞ്ഞത്. പിന്നെ ക്യാൻ യു സജസ്റ്റ് എനി റീസൺ ഫോർ ഇറ്റ് സിഗ്മോയിഡൽ പാറ്റേൺ. അപ്പൊ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും പെർസെന്റേജ് ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്താ അതിന്റെ ഒരു കേർവ് ഉണ്ടാക്കിയപ്പോ നമുക്ക് പ്ലോട്ട് ചെയ്തപ്പോ അതിന് എന്താ പറഞ്ഞ സിഗ്മോയിഡൽ പാറ്റേൺ കിട്ടി. അത് എന്തുകൊണ്ടാണ് കിട്ടിയത്? ഈ ഫസ്റ്റ് മിനിമൽ ലോസ് ഓഫ് ഓക്സിജൻ ആണ് ഫ്രം ഹീമോഗ്ലോബിൻ. അത് ആക്ച്വലി 70 to 80 mmHg പാർഷ്യൽ പ്രഷർ ഉള്ളപ്പോഴാണ് അത് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഉണ്ടാക്കുക. അതാണ് ആക്ച്വലി ഫ്ലാറ്റ് പോർഷൻ ഓഫ് കർവ്, അതായത് പ്ലാറ്റ്യൂ പോലെ ഉണ്ടാവുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഒരു 40 mmHg ഡിപ്പ് ഉണ്ട്. ആ ഡിപ്പ് എന്തുകൊണ്ട്? അത് ഈ ഓക്സിജന്റെ കൂടുതൽ റിലീസ് ആണ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ സ്റ്റീപ്പർ പോർഷൻ ഓഫ് ദ കർവ് ആൻഡ് കോസസ് ദ കർവ് ടു ബി സിഗ്മോയിഡ്. ഓക്കെ, ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ. ഹാവ് യു ഹേർഡ് അബൌട്ട് ഹൈപ്പോക്സിയ? Try to gather information about it and discuss with your friends. Okay, hypoxia എന്താ? ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, രണ്ട് ടൈപ്പ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഹൈപ്പോക്സിയ ഉണ്ട്, അനീമിക് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ ഓക്സിജൻ ഷോർട്ടേജ് ആണ് ടിഷ്യൂസിൽ. ആർട്ടിഫിഷ്യൽ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് എന്താ, നമ്മളെ ഒരാൾ മല കയറാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അവിടെ ഓക്സിജൻ കുറവാണെന്ന്. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ പുറത്തെ എന്റെ എൻവയോൺമെന്റിൽ ഓക്സിജൻ കുറവുള്ളതുകൊണ്ടാണ് എന്താ പറയാ എന്റെ ബോഡിക്ക് ഓക്സിജൻ കിട്ടാത്തത്. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇനി അനീമിക് ഹൈപ്പോക്സിയ ഉണ്ട്. അത് ആക്ച്വലി എന്താ, നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട്, കാരണം അനീമിയോ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള സമയത്ത് എന്താ നമ്മൾ ഹീമോഗ്ലോബിൻ ലെവൽ കുറവായിരിക്കും. ഹീമോഗ്ലോബിൻ ഇല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആവില്ല. ഇതാണ് അനീമിക് ഹൈപ്പോക്സിയ, മറ്റേത് ആർട്ടിഫിഷ്യൽ ഹൈപ്പോക്സിയ. ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം. ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എന്താ, ഇസ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ഫോഴ്സിബിളി ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. അതെന്താ, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ആണ്. പക്ഷെ എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം ഇതിന്റെ ഓപ്പോസിറ്റ്, എക്സ്ട്രാ വോള്യൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഫോഴ്സിബിളി ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. അത് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ആണ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം. അപ്പൊ ഇതിന്റെ വാല്യൂം ഡിഫറൻസ് ഉണ്ട്. IRV എത്രയാ, 2.5 to 3 ലിറ്റർ ആവും. ERV 1 to 1.1 ലിറ്റർ. ഇനി അടുത്ത എന്താ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയും എക്സ്പിറേറ്ററി കപ്പാസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താ, അത് ടോട്ടൽ വോള്യൂം ഓഫ് എയർ ആണ് ദാറ്റ് ക്യാൻ ബി ഇൻഹേൽഡ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. Expiratory capacity in the total volume of air a person can expire after a normal inspiration. ഇത് എന്തൊക്കെ ഇൻക്ലൂഡ് ഉണ്ടാവും, ടൈഡൽ വോള്യൂം, IRV. പക്ഷെ എക്സ്പിറേറ്ററി കപ്പാസിറ്റിയിൽ ടൈഡൽ വോള്യൂം പ്ലസ് ERV. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയിൽ നോർമൽ വാല്യൂ 3 to 3.5 ലിറ്റർ, പക്ഷെ എക്സ്പിറേറ്ററി കപ്പാസിറ്റിയുടെ വാല്യൂ 1.5 to 1.6 ലിറ്റർ. ഇനി അടുത്തത് വൈറ്റൽ കപ്പാസിറ്റിയും ടോട്ടൽ ലങ് കപ്പാസിറ്റി തമ്മിൽ ഡിഫറൻസ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എയർ വൺ ക്യാൻ ഇൻഹേൽ ആൻഡ് എക്സ്ഹേൽ വിത്ത് മാക്സിമം എഫേർട്ട്. പക്ഷെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ പ്രസന്റ് ഇൻ ദ ലങ്സ് ആൻഡ് ദ റെസ്പിറേറ്ററി പാസേജ് ആഫ്റ്റർ മാക്സിമം ഇൻസ്പിറേഷൻ. അതാണ് വൈറ്റൽ കപ്പാസിറ്റിയും എന്താ ടോട്ടൽ ലങ് കപ്പാസിറ്റിയും. നിങ്ങളത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ലങ് വോള്യൂം കപ്പാസിറ്റീസിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത് ആക്ച്വലി എന്താ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, എന്തിനാ നീറ്റിലൊക്കെ ചോദിക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ടൈഡൽ വോള്യൂം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ടൈഡൽ വോള്യൂം ഫോർ എന്താ ഹെൽത്തി ഹ്യൂമൻ ഇൻ അവർ. ടൈഡൽ വോള്യൂം എന്താ, എന്റെ ലങ്സിൽ എന്താ ഞാൻ നോർമലി എന്താ എത്ര എയർ എക്സ്പയർ ചെയ്യാൻ പറ്റും. ആക്ച്വലി 500 ml ആണ് അഡൽട്ട് പേഴ്സണിൽ. ഓക്കെ അപ്പൊ നമ്മളുടെ അങ്ങനെ എന്താ ഈ ചാപ്റ്റർ അങ്ങനെ തീരാണ്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ആക്ച്വലി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ്. പാർഷ്യൽ പ്രഷറിന്റെ ടേബിൾ പഠിക്കണം, ഈ ഡയഗ്രാം പഠിക്കണം, നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോഴാണ് നിങ്ങളിങ്ങനെ വരച്ച് പഠിപ്പിച്ച് പഠിക്കുമ്പോഴാണ് ഇത് ഓർമ്മ വരിക. അത് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ മെംബ്രെയിൻ പഠിക്കണം,
ഈ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മെയിൻലി ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആ കേർവ്, ഓക്സിജൻ ഡിസോസിയേഷൻ കേർവ് പഠിക്കണം. പിന്നെ റെഗുലേഷൻ പഠിക്കണം. ന്യൂറൽ മെക്കാനിസം ഉണ്ട്, കെമിക്കൽ മെക്കാനിസം ഉണ്ട്. ഓക്കെ. പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം അങ്ങനെ അധികം ചോദിക്കാറില്ല ഡയറക്റ്റ്. പക്ഷെ ആസ്മയും എംഫൈസിയും എന്താണെന്ന് നിങ്ങൾ അറിയണം. പിന്നെ ഇന്നലെ പഠിപ്പിച്ച ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നലെ പഠിപ്പിച്ചതിൽ ഇമ്പോർട്ടന്റ് റെസ്പിറേറ്ററി വോള്യൂംസും കപ്പാസിറ്റീസും, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്, എങ്ങനെ നമ്മൾ ഡയഫ്രം കൺട്രാക്ട് ചെയ്യണു, പിന്നെ തൊറാസിക് വോള്യൂം കൂടുന്നു, അങ്ങനെ തൊറാസിക് പ്രഷർ കുറയുന്നു, അതൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ എന്താ പറയാ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടും ലോവർ റെസ്പിറേറ്ററി ട്രാക്ടും ഡിവൈഡ് ചെയ്താ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ, റെസ്പിറേറ്ററി ഓർഗൻസും അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ ചാപ്റ്റർ തീരുകയാണ്. അപ്പൊ എന്താ പറയാ, ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഇന്നത്തെ മോട്ടിവേഷൻ, പഠിക്കാനുള്ള മോട്ടിവേഷൻ ഞാൻ പറഞ്ഞത്. ഈ ചാപ്റ്റർ ഇപ്പൊ തീർന്നു. എന്താ, ഹ്യൂമൻ ഫിസിയോളജി ഞാൻ 2 ചാപ്റ്റർ പഠിച്ചു. അപ്പൊ ഇത് ഈസിയാണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച ഈസി. ഇതിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ജസ്റ്റ് വാല്യൂസ് മാത്രം ബൈ ഹാർട്ട് ചെയ്യണം. പക്ഷെ വേറെ ഒന്നും വേണ്ട. അപ്പൊ നിങ്ങളുടെ ജോലി എന്താ, ഇന്ന് പോയി NCERT വായിക്കുക. ഞാൻ എഴുതിയ നോട്ട്സ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്വന്തമായി നോട്ട്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഇന്ന് അതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. മെയിൻലി ഈ NCERT at your finger tips, അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലാവും NCERT എന്തൊക്കെ ചോദിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഹൈ ലെവൽ ബുക്സ് ചെയ്ത് തുടങ്ങുക. അതും കൂടി ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ തറുവായി. നിങ്ങൾ ചെയ്ത MCQs തെറ്റ് നിങ്ങൾ മനസ്സിലാക്കും. ആ തെറ്റ് നിങ്ങൾ NCERT തന്നെ എഴുതുക. NCERT എഴുതിയാല് നിങ്ങൾ NCERT ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ആ തെറ്റും കൂടി വായിക്കും. മിസ്റ്റേക്സ് അങ്ങനെ സോൾവ് ആവും. പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഈ സാറ്റർഡേ ഞാൻ പഠിപ്പിച്ചത്. ഇനി വെനസ്ഡേയും കൂടി റിവൈസ് ചെയ്യുക. പിന്നെന്താ, അത് കഴിഞ്ഞ് അടുത്ത 2 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. അങ്ങനെ എന്താ പറയാ, ഈ ചാപ്റ്റർ തീരും. Okay, so thank you. That's all for today.